മരിച്ചുപോയ ആൾക്ക് ഉണ്ടായ രോഗങ്ങൾ, അസുഖങ്ങൾ, അസ്വസ്ഥതകൾ. ഇപ്പോൾ ഒരാൾക്ക് ശ്വാസം മുട്ട് ഉണ്ടായിരുന്നു, മരണപ്പെട്ട ഒരാൾക്ക്. മരണപ്പെട്ട് കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലൊരാൾക്ക് ശ്വാസം മുട്ടിൻ്റെ പ്രയാസം ഉണ്ടാകുന്നു. അതിങ്ങനെ പിന്നെ വേറെ എന്തെങ്കിലും രൂപത്തിൽ പല അവർക്കുണ്ടായ രോഗലക്ഷണങ്ങൾ നമുക്കുണ്ടാകും. അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്നു, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. അതുപോലെ ആരെങ്കിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായി പോകുന്നതായി വരുന്നതായി, റൂമിലിങ്ങനെ ആൾമാറ്റം, ഇങ്ങനെ നിഴല് കാണുന്നു. അങ്ങനെ പല രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ചില ആളുകൾക്ക് നല്ല അതിശക്തമായ തലവേദനയായിരിക്കും. മറ്റു ചില ആളുകൾക്ക് പുറത്തിനും ഊരയ്ക്കും നടുവിനൊക്കെ വേദനകൾ, അസുഖങ്ങൾ അങ്ങനെ വരലായിരിക്കും. അങ്ങനെ പല രൂപത്തിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നവരുണ്ട്. റൂഹാനിയത്തിൻ്റെ ഒക്കെ ഉപദ്രവങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള രോഗങ്ങൾ, പ്രയാസങ്ങൾ കാണാൻ ഒറ്റയ്ക്കിരിക്കാൻ തോന്നുക, ഇബാദത്ത് ചെയ്യാനൊന്നും തോന്നില്ല. നിസ്കരിക്കാനോ ഖുർആൻ ഓതുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണവും തളർച്ചയും കോട്ടുവായിടലൊക്കെ വരും. അങ്ങനെയുള്ള അസുഖങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ഉള്ളവരുണ്ട്. എല്ലാവരുടെയും അസുഖങ്ങൾ, അസ്വസ്ഥതകൾക്ക് അള്ളാഹു മാറ്റിത്തരട്ടെ. അത് പലപ്പോഴും റൂഹാനിയത്തിൻ്റെ ഒക്കെ ഉപദ്രവം കൊണ്ടായിരിക്കും. അതിന് മഹത്തുക്കളൊക്കെ പഠിപ്പിച്ച ചില ദിക്റുകളും ദുആകളും ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് മാറിപ്പോകും. അള്ളാഹു അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ.